ഏതായാലും മഴ പെയ്യുന്നുണ്ട് സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. ആദ്യമായിട്ടാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ പിടിച്ചോ ഞാൻ വലിയ ആളായി സംസാരിക്കണ്ടോ അത് സാരല്ല, അത് നോക്കണ്ട, അതുണ്ടാവും. മെല്ലെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അടിക്ക് നോക്കി നോക്കി പേടിയില്ലാതെ ഇത് നോക്കി. ഇവിടെ വെറും ഗ്ലാസ് മാത്രമേ വെറും കോൺക്രീറ്റ് പാലത്തും മാത്രം പോയിട്ട് ഓണമായി പോയിട്ട് കാര്യമില്ല. ഗ്ലാസ് കൂടെ പോകുമ്പോ അതിന്റേതായ ഒരു ചെറിയൊരു പേടി, അതിന്റെ പേടി ഭയമൊക്കെ വേണല്ലോ അല്ലേ? സുഹൃത്തുക്കളെ, ആയിരത്തി വൈത്തിരിയാണേ. നമ്മളിപ്പോ ഇന്നുള്ള ഈ സൂചിപ്പാറ വാട്ടർഫോൾസിന്റെ അടുത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിമലാണ്. ഏതാ സ്ഥലം എന്നൊക്കെ പറഞ്ഞുതരാം. നോക്കി, നല്ല വ്യൂ പോയിന്റ് കേട്ടോ. നോക്കി, നല്ല വാട്ടർഫോൾസ് ആണ്. ഗ്ലാസ് ബ്രിഡ്ജും കൂടാതെ ഇവർക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. മിതമായ നിരക്കില് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 180 അടി ഹൈറ്റാണ്, 40 അടി നീളവും. കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാല് നല്ലൊരു വാട്ടർഫോളും കാണാം. അതുപോലെ തന്നെ ഗ്ലാസ് നിന്നിട്ടില്ലേ? യെസ്. താഴേക്ക് നോക്കിയാ പോയി. ഇവർക്ക് നല്ല എന്താ പറയാ റിസോർട്ട് ഫെസിലിറ്റി ഒക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചോദിച്ചിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കൊടുക്കാം. ഓക്കെ, സംഭവം നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല കട്ടിങ് ഒക്കെ ഉള്ള ഗ്ലാസ് ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അടിയിൽ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോ ഇത് ഒരു ചെറിയൊരു സ്ഥലം കൂടി ഇവിടെ, ഒരു സെൽഫി സ്റ്റാൻഡ് പറയും. അങ്ങനെ സെൽഫി എടുക്കാൻ പറ്റിയ സ്ഥലം, നല്ലൊരു ഏരിയ ആണ്. നമുക്ക് നോക്കാൻ തേയിലിന്റെ ഉള്ളിൽ കൂടെ പോയൊക്കെ വാ. ഇതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എവിടെ ഇല്ലാത്തൊരു സംഭവമാണ്. ആ തേയിലൻ്റെ ആ മലഞ്ചെരുവിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ സെൽഫി എടുക്കുക. മേലെ റിസോർട്ടുകളുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ നേരെ കാഴ്ച കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളും എടുത്തിട്ടൊരു സെൽഫി എങ്ങനെ ഉണ്ട് എന്ന് അറിയണമല്ലോ. സെൽഫി ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ചോദിച്ചറിയാം കേട്ടോ. നമ്മളെ തമിഴ്നാട്ടിലെ ആളുകളുണ്ട്, കർണാടകയിലെ ആളുകളുണ്ട്. എല്ലാവരോടും എല്ലാ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ചോദിച്ചറിയാണ്. ഈ റിസോർട്ട്, ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. വയനാട് ജില്ലയിൽ നിന്ന് തന്നെ ഇപ്പോൾ ആൾക്കാർ കാഴ്ച കുറവായിരിക്കും. വാട്ടർഫോൾസിൻ്റെ നേരെ മേലെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ ഉഷാറായി എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. சஞ்சய், உங்க பேர் என்ன? குமார். ஃப்ரம் பாண்டிச்சேரி. இங்க வயநாடு ஆதிமா முதல் தடவை வரீங்களா? ஆமா. எப்படி இருக்கீங்க? கிளைமேட் வந்து நல்லா இருக்கு. அதர் ஸ்டேட், அதான் வெளியே எங்கே போனாலுமே இந்த மாதிரி கம்பேரிசன்ல தனி பிளேஸ் கேரளா கிடையாது. ஆமா, சரிதான். இந்த கிளாஸ் பிரிட்ஜ் நீங்க போயிட்டீங்களா? எப்படி இருக்கு? ஹவு டு யுவர் எக்ஸ்பீரியன்ஸ்? ஒரு ஹெவன் மாதிரி இருந்துச்சு. ஹெவன் மாதிரி. சரி, இங்க வெள்ளச்சாட்டம் எல்லாம் போட்டிருக்கு. ஓகே, தேங்க்யூ வெரி മച്ച്. ബൈ. താങ്ക് യു. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് മിനി. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണ്. ഞങ്ങൾ അമ്പലവയലാണ്. ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്തിന്റെ പേര് ഇത് സൂചിപ്പാറയാണ്. സൂചിപ്പാറ. ഇത് കുറെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയിട്ട്? ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ട് ഒരു വർഷത്തോളം. അപ്പോ ഇത് എത്ര ലെങ്ത്, ഇതിന്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഗ്രൗത്ത് എന്ന് പറഞ്ഞുതരാം. അത് 40 മീറ്റർ ലെങ്ത് ഉണ്ട്, പിന്നെ 180 ഫീറ്റ് ഹൈറ്റ്. അതിന്റെ അടിയിൽ കൂടിയാണ് പുഴയൊക്കെ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞു കേട്ടു ഒരു വാട്ടർ ഫ്രണ്ടേജ് അല്ലെങ്കിൽ വാട്ടർഫോൾ ഫ്രണ്ടേജ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്നുള്ളത്. അതൊരു എന്താ പറയാ, അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാട്ടർ ഫ്രണ്ടേജ് മീൻസ് അതായത് വാട്ടർഫോളോട് കൂടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് റിസോർട്ട് ആൻഡ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ചേച്ചി, വളരെ താങ്ക് യു. അല്ല, അതെ, ഈ റിസോർട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇതൊക്കെ ഫ്രീ ആണ്. ഈ പൂള് അതാണ് റിസോർട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് പൂളായാലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്, സെൽഫി സ്റ്റാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ ഫ്രീ അല്ലേ? അതൊക്കെ ഇൻക്ലൂഡിങ് പ്രൈസ് ആണ്. എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്വിമ്മിംഗ് പൂളാട്ടത്. അതെല്ലാം ഉഷാറാണ്. അപ്പോൾ ഇനി റിസോർട്ടിൻ്റെ താമസ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം എങ്ങനെയാണ് എന്നൊക്കെ. ഇതിന്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വാ, 2 റൂമുണ്ട് അല്ലേ? ഇതൊരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ആയിട്ട്. ഏതാ രസം. ഇങ്ങോട്ട് വാ, ഇത് നോക്കി. ഇങ്ങനത്തെ വ്യൂ എവിടെയുള്ളത്? അടിപൊളി, സൂപ്പർ. ഇവിടെയൊക്കെ ഒരു ദിവസം വന്നിരുന്നാൽ മതി അല്ലേ? ഇനി നമുക്ക് റൂം നോക്കിയാലോ? ഒരു 10 പേർക്ക് വന്നാലും സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഡബിൾ കട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ കാടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ, ഏകദേശം അടിപൊളി സംഭവം, പൊളി. ഫ്രണ്ടേജ്, ഗ്ലാസ് ബ്രിഡ്ജ്, പൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാ. എന്തായാലും ആഗ്രഹമുള്ളവർ വരെ ഞങ്ങൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞങ്ങൾ കൊടുക്കാം. അപ്പൊ ചേച്ചി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങളോട്. റൂമൊക്കെ നന്നായിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? ഈ ഗ്ലാസ് ബ്രിഡ്ജ് നോക്കുന്ന 4 സ്റ്റാഫ് ഉണ്ട്. റിസോർട്ടിൽ വേറെ ഉണ്ട്? റിസോർട്ടിലേക്കുള്ളത് വേറെ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിച്ചോളൂ. ഞാൻ നമ്പർ കൊടുക്കുമ്പോൾ അതിന് വിളിച്ച് അന്വേഷിക്കാം. അപ്പൊ നമ്മുടെ ഫുഡ് എന്താ ചെയ്യാ അവർക്കുള്ള? ഫുഡ് റേറ്റ് എടുക്കുന്നതിനനുസരിച്ച് പിന്നെ ഡിന്നറും കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. അവരുടെ കോംപ്ലിമെന്ററി ഫുഡാണ്. ഓക്കെ, ഡിന്നർ നിങ്ങൾ കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂലേ? ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കൂലേ? സുഹൃത്തുക്കളെ, ഇത് വൈത്തിരിക്കാരനാട്ടത് ഷാജി എന്ന് പറയും. മുമ്പ് വൈത്തിരിയായിരുന്നു, ഇപ്പോൾ സൂചിപ്പാറ തന്നെ താമസം. അപ്പൊ ഷാജിയേട്ടാ, നല്ല നല്ല സ്ഥലം കേട്ടോ. നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു, 40 മീറ്റർ നന്നായിട്ടുണ്ട്. അതുപോലെ വാട്ടർഫോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർഫോളോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമായിട്ടാണ്. അതുപോലെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ എത്ര ദിവസത്തേക്ക് മാസത്തേക്ക് അങ്ങനെയാണോ കൊടുക്കുന്നത് റെന്റ്? റിസോർട്ട് നമ്മള് ഡെയിലി കുഴപ്പമില്ല. അപ്പൊ അത്യാവശ്യം നല്ല ഒരു ഫെസിലിറ്റി ഉണ്ട് അല്ലേ? ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഫുഡുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ട് ഡിന്നർ. കോംപ്ലിമെന്ററി അതിലെ ഗ്ലാസ് ബ്രിഡ്ജ് അത് പെർ ഹെഡ് 1500 പെർ ഹെഡ് ആയിട്ട് ഒരു നൈറ്റിന് ഒരു 24 hours. ഓക്കെ, കുഴപ്പമില്ല. ഏതായാലും ഞങ്ങൾ നിങ്ങളെ നമ്പറും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ റോഡാണെങ്കിൽ ഏത് ചെറിയ കാറും വരും. അതാണ് എൻ്റെ ചെറിയ കാർ. ഇതാ ഒരു അടി തട്ടാതെ നല്ല വൃത്തിയായിട്ട് വരുന്ന നല്ല സൂപ്പർ റോഡാണ്. വണ്ടി സൂപ്പറായിട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ എന്ത് വ്യൂ ആണ് കണ്ടില്ലേ, നല്ല രസമുണ്ട്. നമ്മൾ ചുരത്തിൻ്റെ ഒക്കെ താഴേക്ക് നോക്കണ മാതിരി നല്ല ക്ലാസ്. അയ്യോ, പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.